ദുബൈയിലെ പ്രധാന തെരുവുകളുടെ പുനർനാമകരണം പൂർണ്ണമായും ഇടറോഡുകളുടെ പുനർനാമകരണം 50% പൂർത്തിയായതായും നഗരസഭ അറിയിച്ചു. അടുത്ത വർഷം പകുതിയോടെ മുഴുവൻ റോഡുകളുടെ നാമകരണം പൂർത്തിയാക്കി ദിശാസൂചികകൾ സ്ഥാപിക്കുമെന്ന് നഗരസഭാ ഡയറക്ടർ ജനറൽ ഹുസൈൻ നാസർലൂത്ത് അറിയിച്ചു. ഷെയ്ഖ് സായിദ് റോഡ്, ഉമ്മുസുക്കീം, അൽസുഹൂഫ്, ദുബായ് മറീന എന്നിവിടങ്ങളിലെ ഇന്റർസെക്ഷൻ റോഡുകൾക്ക് പുതിയ പേരുകൾ നൽകി. ഊദുമേത്ത, നാദിൽ ഷേബ, ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്, ജബലലി ഇൻഡസ്ട്രിയൽ ഏരിയ എന്നിവിടങ്ങളിൽ നാമകരണം നടന്നുവരികയാണ്. പഴയ പേരുകൾ മാറ്റി UAE-യുടെ സംസ്കാരവും പാരമ്പര്യവും പ്രതിഫലിപ്പിക്കുന്ന പുതിയ നാമങ്ങളാണ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളനുസരിച്ച് റോഡുകൾക്ക് നൽകുന്നത്. രാജ്യത്തിന്റെ പാരമ്പര്യം പുതുതലമുറക്ക് പകർന്നു നൽകുവാൻ ഇതിലൂടെ സാധിക്കുമെന്ന് നഗരസഭ കണക്കുകൂട്ടുന്നു. RTA-യുമായി ചേർന്ന് 7500ഓളം പേരുകൾ ഇതിനായി നഗരസഭ തെരഞ്ഞെടുത്തു. ഭൂപ്രകൃതിയും സ്ഥലങ്ങളുടെ ചരിത്ര പ്രാധാന്യവും പരിഗണിച്ചാണ് പേരുകൾ നൽകിയിരിക്കുന്നത്. ജുമേറയിലെ തെരുവുകൾക്ക് മത്സ്യബന്ധനവുമായും കടലോര ജീവിതവുമായും ബന്ധപ്പെട്ട പേരുകളാണ് ഇട്ടിരിക്കുന്നത്. ബോട്ടുകൾ, മത്സ്യങ്ങൾ തുടങ്ങിയവയുടെ പേരുകളാണ് ഈ മേഖലയിലെ റോഡുകൾക്ക് നൽകിയത്. ദേരയിലെയും ബർദുബയിലെയും തെരുവുകൾക്ക് രാജ്യചരിത്രവുമായി ബന്ധപ്പെട്ട പേരുകളാണ് നൽകിയത്. മുഷ്രിഫ്, അൽ അവീർ തുടങ്ങിയ പ്രദേശങ്ങളിലെ റോഡുകൾക്ക് വൃക്ഷങ്ങൾ, പ്രമുഖ അറബ് വ്യക്തിത്വങ്ങൾ, കവികൾ തുടങ്ങിയ പേരുകളും നൽകിയിട്ടുണ്ട്. ദുബൈയിലെ തെരുവുകളും കെട്ടിടങ്ങളും ഡിജിറ്റൽ കോഡുകളെ അടിസ്ഥാനമാക്കി കണ്ടെത്തുവാൻ കഴിയുന്ന മക്കാനി സംവിധാനത്തിന് അടുത്തിടെ നഗരസഭ തുടക്കം കുറിച്ചിരുന്നു. ദുബൈയിലെത്തുന്ന പുറംനാട്ടുകാർ വഴിയറിയാതെ അലയുന്നത് ഒഴിവാക്കാനാണിത്. മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ 1 മീറ്റർ കൃത്യതയോടെ സ്ഥലം കണ്ടെത്തുവാൻ സാധിക്കും. ഹാരിസ് അരിക്കുളം, മീഡിയ 1.